ഇനി കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണമൊക്കെ അങ്ങനെ തുടരുന്നുണ്ട്. അതിൽ തെളിവെടുപ്പ് ഇന്നും തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സരോവരത്തെ ചതുപ്പിൽ മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധനയിൽ ഇന്നലെ വിജിലിന്റെ ഷൂ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ മൃതദേഹം കുഴിച്ചുമൂടിയെന്ന് പ്രതികൾ പറഞ്ഞ സ്ഥലത്ത്, മൊഴി നൽകിയ സ്ഥലത്ത് നിന്ന് ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. വിവരങ്ങൾ ദൃശ്യ പുതിയടത്ത് നൽകും. ദൃശ്യ, ഇന്നും തെളിവെടുപ്പ് തുടരുകയാണ്. അവിടെ സരോവരത്തെ ചതുപ്പ് കുഴിച്ചുകൊണ്ട് അവിടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്ന് എപ്പോഴായിരിക്കും അതിനുള്ള നടപടികളൊക്കെ തുടങ്ങുക? രാവിലെയോടെ തന്നെ ഈ ചതുപ്പ് കുഴിച്ചുള്ള ഈ മൃതദേഹ ഭാഗങ്ങളുടെ പരിശോധന അല്ലെങ്കിൽ തെരച്ചിൽ രാവിലെയോടെ തന്നെ തുടരുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. കാരണം നാളെയോടെ ഈ കസ്റ്റഡി കാലാവധി, പ്രതികളുടെ കസ്റ്റഡി കാലാവധി കഴിയും. നിലവിൽ 3 പ്രതികൾ, 2 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അതിൽ 1-ാം പ്രതിയായ നിഖിൽ, ഇതുകൂടാതെ തന്നെ ദീപേഷ് എന്നീ 2 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഈ മൂന്നാമനായ രഞ്ജിത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ കസ്റ്റഡി കാലാവധി കഴിയുന്നതിനു മുൻപ് തന്നെ ഈ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന്റെ ഏറ്റവും വലിയ നീക്കം. ഇതിനു മുൻപ് തന്നെ കണ്ടെത്തി ഈ പ്രതികൾ ഉള്ള സമയത്ത് തന്നെ ഈ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ആയിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ ഈ ചതുപ്പിൽ പരിശോധന നടത്തുന്നതിനിടയിൽ മണ്ണുമാന്തി യന്ത്രം ഇന്നലെയോടെ തന്നെ ഈ വെള്ളം മുഴുവൻ വറ്റിച്ച് പരിശോധന നടത്തിയെങ്കിലും ഈ മണ്ണുമാന്തി യന്ത്രം ഇടയ്ക്കിടെ ഈ ചതുപ്പിലേക്ക് താഴ്ന്നു പോകുന്നത് പോലീസിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഇന്നലെ നടത്തിയ തിരച്ചിലിൽ ഷൂ കണ്ടെത്തിയിരുന്നു. ഇത് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇത് വിജിൽ മരിച്ച സമയത്ത് ഉപയോഗിച്ചിരുന്ന ഷൂ തന്നെയാണെന്ന് ഈ കസ്റ്റഡിയിലുള്ള പ്രതികളും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഷൂ വിദഗ്ധ പരിശോധനയ്ക്ക് പോലീസ് അയച്ചിട്ടുണ്ട്. ഇതിന്റെ പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാനുണ്ട്. ഇത് കൂടാതെ തന്നെ നാളെ വൈകുന്നേരത്തോടെ ഈ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. ഇന്നും ഇന്നലെ നടത്തിയതിന് സമാനമായ തിരച്ചിൽ, പൂർണ്ണമായും കുഴി മാന്തിയുള്ള തിരച്ചിലായിരിക്കും പോലീസ് നടത്തുക. ഇതുകൂടാതെ തന്നെ ഈ തൊട്ടടുത്ത ഭാഗങ്ങളിലേക്ക് പരിശോധന, അതായത് ഈ കുഴിച്ച ഭാഗത്തല്ലാതെ തന്നെ തൊട്ടടുത്ത ഭാഗങ്ങളിലേക്ക് പരിശോധന തിരച്ചിൽ നടത്താനുള്ള ഒരു നീക്കവും പോലീസിന്റെ മുന്നിലുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ ഈ പരമാവധി മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ മുന്നിലുള്ളൊരു നീക്കമുള്ളത്. ഇതുകൂടാതെ ഈ മൂന്നാമനായ രഞ്ജിത്തിനെ കണ്ടെത്താനുള്ള പരിശോധനയും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ദിവ്യ.